ഒരു സൈക്കോ നാടിനെ നശിപ്പിക്കാനായിട്ട് ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് നിർമ്മിച്ചു. ആ ഗ്യാസ് ശ്വസിച്ചാൽ മനുഷ്യർക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതാണ്. അത്രത്തോളം ഡേഞ്ചറസ് ആണ്. അങ്ങനെ സൈക്കോ ഒരു സിറ്റി ഒട്ടാകെ ആ ഗ്യാസ് ലീക്ക് ചെയ്യുകയാണ്. സോ ആ കഥയാണ് 2019 പുറത്തിറങ്ങിയ എക്സിറ്റ് എന്ന സിനിമയിൽ പറയുന്നത്. ഇതൊരു അടിപൊളി സർവൈവൽ സ്റ്റോറിയാണ്. അതുകൊണ്ട് മച്ചാമാരെ മസ്റ്റ് ആയിട്ട് കഥ അവസാനം വരെ കാണുക. കഥയുടെ തുടക്കത്തിൽ തന്നെ കമ്പിമേ തൂങ്ങി സാഹസികം കാണിക്കുന്ന ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ. ആളുടെ പേര് യോങ് നാം എന്നാണ്. ആളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം വർഷമായി. എന്നാൽ ജോലിയൊന്നും ശരിയായിട്ടില്ല. ആൾക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയാണ് ചെലവിനൊക്കെ കാശ് കൊടുക്കുന്നത്. ആളുടെ ആഗ്രഹം ഇതുപോലെ ക്ലൈംബിംഗ് ചെയ്യാനായി പോകണം എന്നൊക്കെയാണ്. എന്തായാലും ഇവിടെ മൂപ്പരുടെ സാഹസികങ്ങളൊക്കെ കണ്ട് അവിടെ കാറ്റുകൊളനെ ഇരിക്കുന്ന മുത്തശ്ശിമാര് പറയാണ്, എന്റെ മനോഹരേട്ട എന്തോരം സാഹസികങ്ങളാണ് ആ ചെറുക്കനെ അവിടുന്ന് കാണിക്കുന്നേ. സോ ഇവിടെ കുറച്ച് കുട്ടികൾ കളിച്ചു കഴിഞ്ഞ് വരുന്നത് കാണും. അതിൽ ഒരു കുട്ടിയാണ് ജീഹോ, ഹീറോന്റെ സഹോദരിയുടെ മകൻ. എന്നല്ല ജീഹോ തന്റെ മാമനെ അഥവാ നമ്മുടെ ഹീറോനെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. കൂട്ടുകാരോട് പറയാണ് അങ്ങേരോട് സംസാരത്തിനൊന്നും പോകേണ്ട എന്ന്. ജോലിയും കൂലിയും ഇല്ലാത്ത മാമനെ ജീഹോ എന്ന പയ്യന് അത്ര വിലയൊന്നുമില്ല. എടാ പോവല്ലേടാ, ഞാൻ നിനക്ക് കുടിക്കാൻ ജ്യൂസ് മേടിച്ചു തരാം എന്നൊക്കെ ഹീറോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ കുട്ടികൾ പോവുകയാണ്. ഈ സമയമാണ് ഹീറോക്ക് ഒരു മെസ്സേജ് ഫോണിൽ വന്നത്. അത് വേറൊന്നുമല്ല, റീസെന്റ് ആയിട്ട് ഹീറോ അറ്റൻഡ് ചെയ്ത ഒരു ജോബ് ഇന്റർവ്യൂവിൽ നിന്ന് താൻ സെലക്ടഡ് അല്ല എന്ന് പറയുന്ന മെസ്സേജ് ആണ് അത്. കുറച്ച് മാസങ്ങളായിട്ട് ആ ജോലി കിട്ടും എന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ ഹീറോ. എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷയും പോയി. സോ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ മദ്യപിച്ച് സങ്കടങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഹീറോ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലുകയാണ്. പാത്രം കഴുകാനൊക്കെ ഉള്ളതാ. അപ്പൊ ഇങ്ങനെയുള്ള വീട്ടുജോലിയെങ്കിലും ഹീറോ ചെയ്യണം. അല്ലെങ്കിൽ എപ്പോ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയെന്ന് പറഞ്ഞാൽ മതി. ഇതാണ് ഹീറോന്റെ അച്ഛനും അമ്മയും. അവര് രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്. എന്നാൽ ഇടക്കൊക്കെ അവര് രണ്ടുപേരും ടിവിന്റെ റിമോട്ടിന് വേണ്ടിയൊക്കെ തല്ലുകൂടും. രണ്ടുപേരുടെയും ഫേവറേറ്റ് ഷോസ് ഒരേ സമയമാണ്. എന്നാൽ വേറെ വേറെ ചാനലിലാണ്. അവര് തല്ലുകൂടുന്ന സമയത്താണ് നമ്മുടെ ഹീറോന്റെ സഹോദരി കടയിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നത്. സഹോദരി അതിനുശേഷം ഹീറോന്റെ വസ്ത്രമൊക്കെ എടുത്ത് വഴക്ക് പറയുകയാണ്, നിനക്കിതൊക്കെ ഒന്ന് അലക്കി വെച്ചുകൂടെ? അതേപോലെ ഹീറോന്റെ മുടി പിടിച്ചു വലിച്ചിട്ട് ചോദിക്കാണ്, നിന്നോടല്ലേ ഞാൻ മുടി വെട്ടാനായി പറഞ്ഞത്? അമ്മയുടെ 70ാം പിറന്നാൾ ആഘോഷത്തിന് എത്ര പേരാണ് വരാനായി പോകുന്നത്? അവരുടെ മുന്നിൽ ഇതുപോലെ വൃത്തിയില്ലാതെയാണോ നീ വരാനായി പോകുന്നേ എന്നൊക്കെ പറഞ്ഞ സഹോദരി ഹീറോനെ വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോന്റെ ക്ലൈംബിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ ഷെൽഫിൽ കണ്ടപ്പോൾ, നീ ഇതൊന്നും ഇപ്പോഴും വിട്ടിട്ടില്ലേ? ഇത് വെച്ച് നിനക്ക് എങ്ങനെ ജീവിക്കാനാ? നിനക്കൊരു ജോലി ട്രൈ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വഴക്ക് പറയാണ്. അങ്ങനെ ഹീറോ ദേഷ്യത്തിൽ പുള്ളിക്കാരിയെ തന്റെ മുറിയിൽ നിന്ന് പുറത്താക്കി കഥ കടച്ചു. അങ്ങനെ ഹീറോ തന്റെ ക്ലൈംബിംഗ് എക്യുപ്മെന്റ്സ് നോക്കുമ്പോൾ 5 വർഷം മുൻപുള്ള ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതായത് ഇവിടെ ക്ലൈംബിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അവിടെ ഹീറോ എൻഡിൽ എത്താനായപ്പോൾ ഹീറോ അത് ചാടി കയറി പിടിക്കാനായി നോക്കി. എന്നാൽ ഹീറോ പരാജയപ്പെട്ടു. അതേസമയം മറ്റൊരു വശത്തിൽ ക്ലൈംബ് ചെയ്യുന്ന സുന്ദരിയായ ഈ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക. ആളുടെ പേര് ജോ എന്നാണ്. ജോയിനോട് ഹീറോക്ക് ക്രഷ് ആയിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് വയ്യെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. സോ ഇവിടെ നമ്മുടെ ഹീറോന്റെ മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായി അമ്മയുടെ 70ാം പിറന്നാൾ ആഘോഷത്തിന് പോകാനായി ഒരുങ്ങുകയാണ്. ഒരുങ്ങി റെഡിയായി മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചപ്പോൾ അമ്മ വന്ന് മോന്റെ മുടി മറ്റേ സൈഡിലേക്ക് ഇട്ട് ഈ സൈഡിലാണ് വൃത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ ടിപ്പിക്കൽ അമ്മമാരുടെയും ഹാബിറ്റ്. അങ്ങനെ അവര് രണ്ടുപേരും വഴക്ക് കൂടുമ്പോൾ അച്ഛന് ദേഷ്യത്തിൽ വന്ന് വഴക്ക് പറയുകയാണ്, എത്ര നേരമായി നമ്മൾ ലേറ്റ് ആയി എന്ന്. അപ്പോൾ ഇവർ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായി പാർട്ടി നടത്തുന്നത് ഒരു ഓഡിറ്റോറിയത്തിലാണ്. പോകുന്ന സമയത്ത് കാറിൽ നിന്നും അച്ഛനും അമ്മയും വഴക്ക് കൂടുന്നുണ്ട്. ദേ മനുഷ്യ, ഇന്ന് നിങ്ങൾ അമിതമായി മദ്യപിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ രാത്രി വീട്ടിൽ കയറ്റത്തില്ല. സോ ഇവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ ഹീറോന്റെ അളിയൻ അഥവാ സഹോദരിയുടെ ഭർത്താവ്. അദ്ദേഹത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവിടെ തന്റെ കസിൻസിന്റെ കൂടെ ഇരുന്ന് ഹീറോ ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും നല്ല ജോലിയൊക്കെ നേടി അവർ ഇനി അവരുടെ ലൈഫിൽ നെക്സ്റ്റ് പ്ലാനെ കുറിച്ച് പറയാണ്. ചിലർക്ക് വിദേശത്ത് പോകണം, മറ്റൊരുത്തന് കല്യാണം കഴിക്കണം, അങ്ങനെയൊക്കെ. എന്നാൽ ഇതൊക്കെ കേട്ട് അനങ്ങാതെ ഇരിക്കുകയാണ് നമ്മുടെ ഹീറോ. കാരണം ആൾക്ക് ജോലി പോലും ആയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഇവിടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായി പോവുകയാണ്. ആ സമയം അവിടെ കേക്കിൽ മെഴുകുതിരി കത്തിക്കാനായി എത്തിയത് ആരാണ് എന്ന് നോക്കൂ, നമ്മുടെ ഹീറോന്റെ പഴയ ക്രഷ്. പുള്ളിക്കാരി ഈ ഓഡിറ്റോറിയത്തിന്റെ വൈസ് മാനേജർ ആണ്. അങ്ങനെ പുള്ളിക്കാരി 5 വർഷത്തിനു ശേഷം ഹീറോനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായി പോയി. അങ്ങനെ അവര് തനിച്ച് സംസാരിക്കാനേ ചെന്നു. അപ്പൊ പുള്ളിക്കാരി ഓഡിറ്റോറിയത്തിലെ വൈസ് മാനേജർ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, വാവ്, ഇത്രയും പെട്ടെന്ന് നീ ആ പൊസിഷനിൽ എത്തിയോ എന്നൊക്കെ ഹീറോ പറയാണ്. ബൈ ദ വേ, നീ ഇപ്പോൾ എന്താണ്
എന്താണ് ചെയ്യുന്നത് എന്ന് ജോ ചോദിച്ചപ്പോൾ തനിക്ക് ജോലിയില്ല എന്ന് പറയാൻ കഴിയത്തില്ലല്ലോ. നാണക്കേടല്ലേ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ജോലിയില്ല എന്ന് പറയാൻ. അതുകൊണ്ട് ഹീറോ ഏതോ ഒരു ഇല്ലാത്ത കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ആ കമ്പനിയുടെ ജനറൽ മാനേജർ ആണ് എന്നൊക്കെ അടിച്ച് തള്ളി വിടുകയാണ്. ഇത് കേട്ട് പുള്ളിക്കാരിയും ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. അതിനുശേഷം പുള്ളിക്കാരി ചോദിക്കാണ്, ഞാൻ വിചാരിച്ചു നിനക്ക് എന്നോട് സംസാരിക്കാൻ നാണക്കേടായിരിക്കും, നീ പണ്ടത്തതൊക്കെ മനസ്സിൽ വെച്ച് നിൽക്കുകയാണ് എന്ന്. ഏയ് അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ടു എന്ന് ഹീറോ പറയാണ്. അതേസമയം പണ്ട് നടന്ന കാര്യവും ഹീറോ ആലോചിക്കുകയാണ്. അതായത് പുള്ളിക്കാരി ഹീറോ 5 വർഷം മുൻപ് പ്രൊപ്പോസ് ചെയ്തിരുന്നു, അഥവാ തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ പുള്ളിക്കാരി എനിക്ക് എന്റെ കരിയറാണ് വലുത്, പ്രേമിക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് ഹീറോനെ റിജക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഹീറോ കാരന്റെ ബഹളം വെച്ച് ആൾ ആകെ ചമ്മി നാറിയ അവസ്ഥയായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ആലോചിച്ച് ആൾക്ക് തന്നെ കുറ്റബോധം വരുന്നുണ്ടെങ്കിലും ഏയ് ഞാൻ അതൊക്കെ പണ്ടേ മറന്നു എന്ന് ഹീറോ പറയാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ എൻജോയ് ചെയ്യുകയാണ്. എന്നാൽ ഹീറോ മാത്രം മാറി ഇരിക്കുകയാണ്. അതിന് കാരണം ഓരോ ആൾക്കാരും നിരന്തരമായി ഹീറോനോട് നീ എന്താണ് ഇപ്പോൾ ചെയ്യുന്നേ, വല്ല ജോലിക്കും പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ താൻ ട്രൈ ചെയ്യാത്തത് കൊണ്ടല്ല, കിട്ടാത്തത് കൊണ്ടാണ് എന്നൊക്കെ ആലോചിച്ച് ആൾ അവിടെ മാറി ഇരിക്കുകയാണ്, എൻജോയ് ഒന്നും ചെയ്യാതെ. എന്നാൽ സഹോദരി വിളിച്ച് സ്റ്റേജിൽ കയറ്റിയ ഹീറോ ആർക്കോ വേണ്ടി കൈയൊക്കെ മുട്ടി നിൽക്കുന്നത് കാണാം. എന്തായാലും അവരുടെ ഫംഗ്ഷൻ തീരാനായി. ഇപ്പോൾ സമയം 11 മണിയായി. സോ ഇദ്ദേഹമാണ് ഓഡിറ്റോറിയത്തിന്റെ മാനേജർ. ആൾ ഭയങ്കര സെൽഫിഷ് ആണ്, അതേപോലെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. മാനേജർ അവരുടെ സ്റ്റാഫിനെ എല്ലാവരും വിളിച്ചു വരുത്തി വെറുതെ വഴക്ക് പറഞ്ഞ് എല്ലാവരോടും വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയാണ്. എന്നിട്ട് ജോനോട് മാത്രം നിൽക്കാനായി പറഞ്ഞു. അങ്ങനെ എല്ലാ സ്റ്റാഫ്സും പോയതിനു ശേഷം മാനേജർ ജോനോട് ചോദിക്കാണ്, എന്തായി ഞാൻ ചോദിച്ച കാര്യം. സോ ഈ മാനേജറിന് വൈസ് മാനേജറായ നമ്മുടെ കഥാനായികയോട് ഇഷ്ടമുണ്ട്. പക്ഷെ പുള്ളിക്കാരി പല തവണ നോ പറഞ്ഞെങ്കിലും അങ്ങേര് വീണ്ടും വീണ്ടും അത് തന്നെ ദിവസവും ആവർത്തിച്ച് ചോദിക്കും. പോട്ടെ, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രാത്രിയെങ്കിലും എന്റെ കൂടെ വാ എന്നൊക്കെ ആ നാണം കെട്ടവൻ ചോദിക്കുന്നുണ്ട്. ആ സമയം അവിടെ കുറച്ച് സ്റ്റാഫ് വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അവരെ കണ്ട് അവിടുന്ന് പോവുകയാണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ കഥ ശരിക്കും ആരംഭിക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നഗരത്തിൽ ഒരു വലിയ ട്രക്ക് വന്നതായി കാണാം. അതായത് അവരുടെ ഓഡിറ്റോറിയം ഉള്ള അതേ നഗരം. അങ്ങനെ ആ ട്രക്ക് ഓടിച്ചു വന്നയാൾ അതൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. എന്നിട്ട് ആ ട്രക്കിൽ നിന്ന് അതിലുള്ള ഗ്യാസ് പുറത്തേക്ക് തുറന്നു വിടുന്നത് കാണാം. അദ്ദേഹം മാസ്ക് ഒക്കെ ധരിച്ചിട്ടാണ് വന്നത്. എന്നാൽ ഗ്യാസ് ലീക്ക് ആക്കിയതിനു ശേഷം അദ്ദേഹം മാസ്ക് അയക്കുന്നത് കാണാം. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസ് വന്ന് പറയാണ്, ഹേയ് ആരാണ് നിങ്ങൾ, ഇവിടെ ട്രക്ക് പാർക്ക് ചെയ്യാൻ പെർമിഷൻ ഇല്ല എന്ന് അറിയില്ലേ. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ കഥയിലെ സയന്റിസ്റ്റ് ആയ വില്ലൻ, എല്ലാത്തിനും തുടക്കം കുറിച്ചവൻ. അങ്ങനെ തിരിഞ്ഞു നോക്കിയ സമയം പെട്ടെന്ന് ട്രക്കിൽ നിന്ന് ഗ്യാസ് മൊത്തത്തിൽ ലീക്ക് ആവുന്നത് കാണാം. സോ ഇവിടെ ഇവര് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായി നിൽക്കുകയാണ്. അമ്മയാണെങ്കിൽ ഭക്ഷണമൊക്കെ പാക്ക് ചെയ്യുകയാണ്. അമ്മേ എന്താ ഈ ചെയ്യുന്നേ, നാണം കെടുത്തല് എന്നൊക്കെ ഹീറോ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നഗരത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആ ഗ്യാസ് മെല്ലെ മെല്ലെ സ്പ്രെഡ് ആവുന്നത് കാണാം. ഇത് കാണുമ്പോൾ മഞ്ഞു പോലെയുണ്ട്. അപ്പൊ അത് കണ്ട് കുറച്ചു പേര് വാ നമ്മൾക്ക് സെൽഫി എടുക്കാം, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഗ്യാസിന്റെ മുന്നിൽ നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത് എല്ലാവരും ഭയന്ന് ഓടുന്നതാണ്. കാരണം ഈ ഗ്യാസ് ശ്വസിക്കുന്നവരൊക്കെ അപ്പോൾ തന്നെ നിലത്ത് വീണ് പിടഞ്ഞു മരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. അതേപോലെ കാറിൽ പോകുന്നവരൊക്കെ ആ ഗ്യാസ് ശ്വസിച്ച് കാർ ഓടിക്കുമ്പോൾ അവരുടെ കൺട്രോളും തെറ്റി കാറുകളൊക്കെ കൺട്രോൾ തെറ്റി ക്രാഷ് ആവുകയാണ്. പല വാഹനങ്ങൾ തീ പിടിച്ചു. അങ്ങനെ സിലിണ്ടർ ഗ്യാസ് കൊണ്ടുപോകുന്ന ഒരു ട്രക്കിൽ തീ പിടിച്ച ഒരു ട്രക്ക് വന്ന് ഇടിക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് ഒരു സിലിണ്ടർ തെറിച്ചു പോയതും നമ്മുടെ ഹീറോന്റെ കുടുംബമുള്ള ഓഡിറ്റോറിയത്തിലേക്കാണ്. അങ്ങനെ അവരൊക്കെ പെട്ടെന്ന് ബിൽഡിങ്ങിൽ നിന്ന് ഓടി പോവുകയാണ്. അപ്പോൾ ജോ എന്ന് ചോദിക്കാണ്, എന്താണ് സംഭവിച്ചതെന്ന്. ഹീറോ സിലിണ്ടർ പൊട്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അവരുടെ കൂടെ പുറത്തേക്ക് ഓടാതെ പകരം ചെയ്തത് അങ്ങോട്ടേക്ക് ഓടി ബിൽഡിങ്ങിലുള്ള മറ്റുള്ളവരോട് പെട്ടെന്ന് പുറത്തേക്ക് പോകാനായി പറയുകയാണ്. സോ ഇവിടെ ഇവർ ബിൽഡിങ്ങിന്റെ പുറത്ത് വന്നപ്പോൾ കാണുന്ന കാഴ്ച വളരെ ദാരുണമാണ്. എല്ലാവരും ഭയന്നോടുന്നു. വാഹനങ്ങൾ എല്ലാം ക്രാഷ് ആയിരിക്കുന്നു. അതുമാത്രമല്ല അവരുടെ നേർക്ക് മഞ്ഞുപോലെ ഗ്യാസ് വരുന്നത് കാണാം. അത് കണ്ട് എല്ലാവരും പിന്നോട്ടേക്ക് ഓടുകയാണ്. കാരണം എല്ലാവർക്കും മനസ്സിലായി ആ ഗ്യാസ് ശ്വസിച്ചാൽ അപകടമാണ്, മരണപ്പെടുമെന്നൊക്കെ. അങ്ങനെ ഇവർക്ക് മനസ്സിലായി പുറത്തല്ല ബിൽഡിങ്ങിന്റെ അകത്താണ് സേഫ് എന്ന്. അങ്ങനെ എല്ലാവരോടും ജോ ബിൽഡിങ്ങിലേക്ക് തന്നെ തിരിച്ചു കയറാനായി പറയുകയാണ്. എന്നാൽ ഹീറോന്റെ നെഫ്യൂ എങ്ങനെയും വരുന്നില്ല. കാരണം ഹീറോന്റെ സഹോദരി ഓൾറെഡി കാറിൽ കയറിയിരുന്നു. പുള്ളിക്കാരുടെ അടുത്തേക്ക് ഗ്യാസ് എത്താനായിട്ടുമുണ്ട്. ജോനോട്
ഇവനെ അകത്തേക്ക് കൊണ്ടുപോകാനായി ഹീറോ പറഞ്ഞു. അതിനുശേഷം സഹോദരി കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ പുള്ളിക്കാരി ഗ്യാസിന്റെ മുകളിലേക്ക് തന്നെ വീണു പോവുകയാണ്. സോ ഇവിടെ ബിൽഡിങ്ങിന്റെ അകത്ത് ഹീറോനെയും സഹോദരിയും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും പാനിക്കായി. ആ സമയമാണ് കുട്ടി കരഞ്ഞുകൊണ്ട് വന്നത്, അമ്മ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ സമയം ഹീറോ തന്റെ സഹോദരിയെ തോളിലെടുത്ത് അവിടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ചർമ്മമൊക്കെ പൊള്ളിയതുപോലെ കാണാം. അതേപോലെ ശ്വാസ തടസ്സവും ഉണ്ട്. അവർ ആംബുലൻസ് വിളിക്കാനായി നോക്കിയപ്പോൾ എല്ലാം ബിസിയാണ്. കാരണം എല്ലാവരും ഒരേ സമയം ആംബുലൻസിനെ വിളിക്കാണ്. ഹീറോയും ജോയും വിൻഡോയിലേക്ക് കൂടി പുറത്തു നോക്കിയപ്പോൾ അവർ കാണുന്നത് ഈ ഗ്യാസ് മുകളിലേക്ക് പൊന്തി വരുന്നതാണ്. അപ്പോൾ അവർ നിൽക്കുന്ന ഈ ഫ്ലോറിൽ ഇനി നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ എല്ലാവരോടും റൂഫ് ടോപ്പിലേക്ക് പോകാനായി പറയാണ്. എന്നാൽ ഹീറോക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുടെ വാക്കിനൊന്നും കുടുംബത്തിന് തീരെ വിലയില്ല. ഇവൻ പറയുന്നത് കേട്ട് മണ്ടത്തരമൊന്നും ചെയ്തേക്കില്ല എന്ന് അവർ പറയുമ്പോഴാണ് അവരുടെയൊക്കെ ഫോണിൽ രാജ്യത്തിന്റെ വാർണിംഗ് മെസ്സേജ് വന്നത്. അതായത് മാരകമായ ഗ്യാസ് പ്രദേശത്ത് ലീക്ക് ആയിട്ടുണ്ട്, അത് ശ്വസിക്കുന്നത് അപകടമാണ്, അതുകൊണ്ട് എല്ലാവരും റൂഫ് ടോപ്പിലേക്ക് പോവുക, നിങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ ഹെലികോപ്റ്റേഴ്സ് എത്തും. അങ്ങനെ എല്ലാവരും റൂഫ് ടോപ്പിലേക്ക് ഓടുകയാണ്. എന്നാൽ അവിടുത്തെ ഡോർ തുറക്കാനായി നോക്കിയപ്പോൾ അത് ലോക്കാണ്. അത് ഇനി പുറത്തുനിന്ന് മാത്രമേ തുറക്കാൻ സാധിക്കൂ. മാനേജറിനോട് താക്കോൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വെച്ചത് എന്ന് അദ്ദേഹം പറയാണ്. എന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇനി പോകുന്നത് ബുദ്ധിയല്ല, കാരണം ഗ്യാസ് ഓൾറെഡി ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവര് ഡോറിന്റെ സ്പെയർ കീ നോക്കാനായിട്ട് തൊട്ട് താഴെയുള്ള ഫ്ലോറിലേക്ക് പോവുകയാണ്. അവർ അവിടെയൊക്കെ പരിശോധിക്കുന്ന സമയത്താണ് ടിവിയിൽ ഒരു ന്യൂസ് വന്നത്. അതായത് ഗ്യാസിലേക്ക് കൂടി നിങ്ങൾ അഥവാ പോകുന്നുണ്ടെങ്കിൽ ഗ്യാസ് മാസ്ക് ധരിച്ച് മാത്രം വേണം പോകാൻ. ധരിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് മാത്രമേ ഗ്യാസ് മാസ്കിന് കാലാവധിയുള്ളൂ. സോ ഗ്യാസ് മാസ്ക് ഈ ബിൽഡിങ്ങിലുണ്ട്. അങ്ങനെ മാനേജർ സെൽഫിഷ് ആയതുകൊണ്ട് തന്നെ ആരും കാണാതെ എല്ലാ ഗ്യാസ് മാസ്കും അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുകയാണ്. ജോക്ക് എന്നാൽ ഓൾറെഡി ബിൽഡിങ്ങിന്റെ ഗ്യാസ് മാസ്ക് എവിടെയാണുള്ളത് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരി അത് നോക്കാനായി ചെന്നപ്പോൾ അവിടെ ഗ്യാസ് മാസ്ക് ഒന്നുമില്ല. മാനേജറിനോട് അത് എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അത് അവിടെ തന്നെ വേണ്ടതാണല്ലോ, ഇതിപ്പോ എവിടെ പോയി എന്നൊക്കെ അദ്ദേഹം ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുകയാണ്. അവർക്കാണെങ്കിൽ റൂഫ് ടോപ്പ് ഡോറിന്റെ താക്കോല് എങ്ങനെയും കണ്ടെത്താനും ആവുന്നില്ല. എന്നാൽ ആ ഡോർ പുറത്തുനിന്ന് തുറക്കാൻ പറ്റും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇവിടെ ഹീറോക്ക് ഒരു ഐഡിയ കിട്ടി. അതായത് ബിൽഡിങ്ങിൽ അവിടെ വലിയ ഒരു ഗ്ലാസ് കാണാം, അത് തകർത്ത് അപ്പുറത്തെ ബിൽഡിങ്ങിൽ ചാടി വീണ്ടും ഇങ്ങോട്ടേക്ക് ചാടി റൂഫ് ടോപ്പിൽ കയറി ഡോർ തുറക്കാമെന്ന്. അങ്ങനെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഗ്ലാസ്സിൽ വലിച്ചെറിഞ്ഞ് ഹീറോ ആ ഗ്ലാസ് തകർക്കുകയാണ്. അങ്ങനെ ഹീറോ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ജോ ഹീറോനെ തടയുന്നുണ്ട്. നീ ഈ ചെയ്യാൻ പോകുന്നത് മണ്ടത്തരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കണ്ട് ഹീറോന്റെ കസിന് ഹീറോന്റെ അച്ഛന്റെ അടുത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് പറയാണ്. അതായത് തങ്ങളുടെ മോന് ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടനെ പോവുകയാണ് എന്ന്. പക്ഷെ നമ്മുടെ ഹീറോ ക്ലൈംബിങ്ങിലൊക്കെ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ അരയിൽ കയറും ബെൽറ്റൊക്കെ ധരിച്ച് ചാടാനായി പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഹീറോന്റെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ എത്തി. എന്നിട്ട് മകനെ തടയുകയാണ്. എന്നാൽ ഹീറോ പെട്ടെന്ന് ഓടി ബിൽഡിങ്ങിൽ നിന്ന് തൊട്ടപ്പുറമുള്ള ബിൽഡിങ്ങിലേക്ക് എടുത്ത് ചാടുകയാണ്. ഹീറോ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴാനായി. എന്നാൽ ഹീറോന്റെ നെഫ്യൂ ആണെങ്കിൽ ഒച്ചത്തില് മാമ ചാടി കയറുന്നൊക്കെ പറയാണ്. അങ്ങനെ ഹീറോ അതിസാഹസികമായിട്ട് അവിടെ കയറി. ഇനി അടുത്ത ടാസ്ക് വീണ്ടും ആദ്യം ചാടിയ ബിൽഡിങ്ങിലേക്ക് തന്നെ ചാടി അതിന്റെ റൂഫ് ടോപ്പിൽ എത്തുക എന്നതാണ്. ഇതൊരു അടിപൊളി സ്റ്റണ്ട് ഒക്കെയുള്ള സീനാണ്. എന്തായാലും അത് ഞാൻ മുഴുവനായിട്ട് വിശദീകരിക്കുന്നില്ല. ഹീറോ പല തവണ ചാടുമ്പോഴും വീഴാനായിട്ടുണ്ടെങ്കിലും അതിസാഹസികമായിട്ട് തന്നെ അവസാനം റൂഫ് ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഹീറോന്റെ അമ്മയും അച്ഛനും എല്ലാവരും ഈ സാഹസം കണ്ട് ശരിക്കും ഭയന്നു. റൂഫ് ടോപ്പിൽ എത്തിയ ഹീറോ റൂഫ് ടോപ്പ് ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യം തന്നെ ഹീറോന്റെ അച്ഛനും അമ്മയും ഹീറോയെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട്. ഈ സമയമാണ് അവർ ഹെലികോപ്റ്റർ മുകളിലെ പറക്കുന്നത് കണ്ടത്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ബഹളം വെച്ച് ഹെലികോപ്റ്ററിനെ വിളിക്കുകയാണ്. എന്നാൽ ഹെലികോപ്റ്റർ അവരെ കാണാതെ മറ്റൊരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലുള്ളവരെയാണ് റെസ്ക്യൂ ചെയ്യാനായി പോയത്. അങ്ങനെ ജോ അവരോട് എല്ലാവരോടും മൊബൈൽ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് മുകളിലേക്ക് അടിക്കാനേ പറയാണ്. എന്നാൽ ഹെലികോപ്റ്റർ അവരെ നോട്ടീസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി ആരാണ് ഗ്യാസ് ലീക്ക് ചെയ്തത്, അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾക്ക് നോക്കാം. സോ അതൊക്കെ പോലീസ് കണ്ടെത്തി. അതിനെക്കുറിച്ചാണ് ഇവിടെ വാർത്തയിൽ പറയുന്നത്. ആർത്തൂർ എന്ന കമ്പനിയുടെ ഫൗണ്ടർ ആണ് യാങ്. ഇദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ആർത്തൂർ എന്ന കമ്പനിയിലെ ലൈസൻസുമായി പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പരിഹാരം കാണാനായിട്ട് കമ്പനി ഉടമയായ യാങ് പല തവണ കോടതിയിൽ കയറി ഇറങ്ങി. എന്നാൽ കോടതി അതിന് കൃത്യമായ പരിഹാരം കൊടുത്തിട്ടില്ല. അങ്ങനെ യാങ്ങിന് ആ നാടിനോട് തന്നെ ശത്രുതയുണ്ടാവുകയാണ്. അങ്ങനെയാണ് താൻ സ്വയം നിർമ്മിച്ചെടുത്ത ടോക്സിക് ഗ്യാസ് പ്രദേശം മുഴുവനും ലീക്കാക്കിയത്. അങ്ങനെ ആ ഗ്യാസ് കാരണം ആദ്യം മരണപ്പെട്ടത് യാങ് തന്നെയാണ്. അതായത് താൻ ആത്മഹത്യ ചെയ്യുക മാത്രമല്ല പകരം ആ നാടിനെ നശിപ്പിക്കുക എന്നതുകൂടിയാണ് യാങ്ങിന്റെ ഉദ്ദേശം.
ഇപ്പോൾ ആ ഗ്യാസ് അതിവേഗത്തിലാണ് സ്പ്രെഡ് ആവുന്നത്. അത് തടയാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കണ്ടെത്തണത്രേ. സോ ഇവിടെ ഇവരാണെങ്കിൽ കുറെ തവണ ലൈറ്റ് അടിച്ച് ബഹളം വെച്ചിട്ടൊന്നും ഹെലികോപ്റ്റർ അവരുടെ അടുത്തേക്ക് വരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോന്റെ കസിന് അവിടെ സ്പീക്കറും മൈക്കും എടുത്തു വന്നത്. അങ്ങനെ ആ മൈക്കിൽ അവരൊക്കെ കൂടി ബഹളം വെക്കുകയാണ് ഹെലികോപ്റ്റർ അവരെ കാണാൻ വേണ്ടി. ആ ഐഡിയ വർക്കായി. ഹെലികോപ്റ്റർ അവരെ കണ്ടു. സോ ഇവിടെ ഹെലികോപ്റ്റർ ആ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലുള്ള എല്ലാവരും കയറ്റാനായി വന്നു. ഹെലികോപ്റ്ററിലല്ല, അതിലൊരു ട്രെയിലർ പോലെ ഒരു സാധനത്തിലാണ് എല്ലാവരും കയറ്റേണ്ടത്. അങ്ങനെ എല്ലാവരും കയറിയപ്പോഴേക്കും അതിന്റെ വെയിറ്റ് ഓവർലോഡായി. അതായത് ഒരാൾ മാത്രം പുറത്തേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ അത് ഇതിനെ താങ്ങത്തില്ല എന്ന് ഓഫീസർ പറയാണ്. അങ്ങനെ ഹീറോയും ജോയും ഒരുമിച്ച് പുറത്തിറങ്ങി. എന്നാൽ ഒരാൾക്ക് മാത്രം അതിന്റെ അകത്ത് കയറാം. ഒരാൾ മാത്രം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, മറ്റൊരു ഹെലികോപ്റ്റർ നിങ്ങളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് വരും എന്നും ഓഫീസർ പറയുന്നുണ്ട്. ഹീറോന്റെ മാതാപിതാക്കളും എല്ലാവരും ഹീറോനോട് കേറണേ പറയുകയാണ്. പിന്നെ മാനേജർ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങേരെ സ്വന്തം കാര്യം നോക്കി അവിടെ മൂലക്ക് കയറിക്കൂടി. പക്ഷെ നമ്മുടെ ഹീറോക്ക് ജോനെ തനിച്ചാക്കാൻ ആവത്തില്ല. അങ്ങനെ ഹീറോ ഹെലികോപ്റ്ററിൽ കയറിയിട്ടില്ല, അവിടെ ജോന്റെ കൂടെ നിൽക്കുകയാണ്. ഹെലികോപ്റ്റർ പറന്നു. അവിടെ ഇപ്പോൾ റൂഫ് ടോപ്പിൽ നമ്മുടെ ഹീറോയും ഹീറോയിനും തനിച്ചാണ്. ഇനി അവരെ രക്ഷിക്കാനായിട്ട് വേറെ ഹെലികോപ്റ്റർ വരണം. അങ്ങനെ അവരൊരു ഹെലികോപ്റ്റർ കണ്ടപ്പോൾ അവർ ഒച്ചത്തിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. എന്നാൽ അവർ ആകെ 2 പേരേ ഉള്ളൂ. ഹെലികോപ്റ്റർ മറ്റൊരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ്. കാരണം അവിടെ ഒരുപാട് പേരുണ്ട്. സോ അത് അവർക്ക് മനസ്സിലായി. ഇവര് പറയാണ് ഇനി ഹെലികോപ്റ്റർ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ ആകെ 2 പേരേ ഉള്ളൂ. പിന്നെ അവർ ഇപ്പോൾ നിൽക്കുന്ന ബിൽഡിംഗ് അത്ര ഉയരമുള്ള ബിൽഡിംഗ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഗ്യാസ് മുകളിലേക്ക് എത്താനായിട്ടുണ്ട്. അധിക നേരം അവർക്ക് ഈ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിൽ നിൽക്കാൻ ആവത്തില്ല. ഹീറോ പറയാണ് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഇവിടുന്ന് പോകണം. എന്നിട്ട് ദാ ആ ദൂരെ കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറണം. അവരങ്ങനെ നേരത്തെ മാനേജർ ഒളിപ്പിച്ചു വെച്ച ഗ്യാസ് മാസ്ക് ഒക്കെ കണ്ടെത്തി അത് ധരിച്ച് അവിടുന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് കയറാനായി പോവുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഹീറോന്റെ സഹോദരി ആശുപത്രിയിൽ ചികിത്സക്കായി കയറ്റിച്ചുകൊണ്ട് പുള്ളിക്കാരി കണ്ണു തുറന്നപ്പോൾ ആദ്യം ചോദിച്ചത് ഹീറോനെയാണ്. എന്നാൽ അച്ഛനും അമ്മയും അവർ മരുന്ന് വാങ്ങാൻ പോയിട്ടാണുള്ളത്, ഇപ്പോൾ വരും എന്ന് പുള്ളിക്കാരിയോട് കള്ളം പറയാണ്. സോ ഇവിടെ ഇവരാണെങ്കിലും മറ്റൊരു ഉയരം കൂടി ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് എത്തി. എന്നാൽ അവിടെയും ഗ്യാസ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. മാത്രമല്ല അവർ ധരിച്ച മാസ്ക് ഇപ്പോൾ 10 മിനിറ്റ്സ് ആയി. ഇനി കൂടി പോയാൽ ആ മാസ്കിന് 5 മിനിറ്റ് കൂടിയേ ആ ഗ്യാസിനെ തടയാനുള്ള ശേഷിയുള്ളൂ. എന്നാൽ അവരുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ഗ്യാസ് മാസ്ക് കൂടിയുണ്ട്. അത് ഹീറോ ജോക്ക് കൊടുക്കാതെ അത് സ്വയം ധരിച്ചിട്ട് പുള്ളിക്കാരിയോട് അവിടെ തന്നെ നിൽക്കെന്ന് പറഞ്ഞ് ജോനെ തനിച്ചാക്കി പോവുകയാണ്. സോ ഇവിടെ ജോക്ക് ഹീറോ തന്നെ ചതിച്ചു എന്ന് മനസ്സിലായി, സ്വന്തം ജീവൻ മാത്രം നോക്കിയിട്ട്. അങ്ങനെ ഹീറോ സ്വന്തം ജീവൻ നോക്കി രക്ഷപ്പെട്ടു പോയതിനു ശേഷം തനിച്ചായ ജോ എന്താ ചെയ്തെന്ന് വെച്ചാൽ തന്റെ കയ്യിലുള്ള ഗ്ലൗസ് അഴിച്ചിട്ട് ആ റൂഫ് ടോപ്പിന്റെ മുകളിലുള്ള റൂമിന്റെ മുകളിലേക്ക് എങ്ങനെയൊക്കെയോ ചാടി പിടിച്ച് കയറുകയാണ്. പുള്ളിക്കാരും ക്ലൈംബിങ്ങിൽ മിടുക്കിയാണ്. ശേഷം പുള്ളിക്കാരി നമ്മുടെ ഹീറോനെ പ്രാക്കുകയാണ്. അവൻ എന്നാലും എന്നെ തനിച്ചാക്കി പോയി കളഞ്ഞല്ലോ, അവന് എങ്ങനെ തോന്നി എന്നെ ചതിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ദാ ഹീറോ അവിടെ ഏണിയിലെ കൂടി കേറി വരുന്നു. എന്നിട്ട് പറയാണ് നീ ചാടി തൂങ്ങി വലിഞ്ഞ് ഇവിടെ കയറുന്നത് ഞാൻ കണ്ടായിരുന്നു. മര്യാദക്ക് ലാഡർ വഴി കയറിയാ പോരായിരുന്നോ? ഞാൻ ഈ ബിൽഡിങ്ങിലുള്ള ഗ്യാസ് മാസ്ക് എടുക്കാനായി പോയതാണ്, അല്ലാതെ നിന്നെ ചതിച്ചതൊന്നുമല്ല. എനിക്ക് നിന്നെ ചതിക്കാൻ ആവത്തുമില്ല എന്നും ഹീറോ ജോനോട് പറയാണ്. സോ അതിനുശേഷം ഇവിടെ ഇവർ 2 പേരും ഗ്യാസ് മാസ്ക് ഒക്കെ മാറ്റി പുതിയ ഗ്യാസ് മാസ്ക് ധരിച്ച് മറ്റൊരു ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ടോപ്പിൽ ഒരു ജിമ്മാണുള്ളത്. സോ ആ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിൽ നിന്നാൽ ഹെലികോപ്റ്റർക്ക് അവരെ കാണാൻ കഴിയത്തില്ല. സോ അതുകൊണ്ട് ആ ബിൽഡിംഗിൽ നിന്ന് തൊട്ടപ്പുറമുള്ള ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് അവർക്ക് പോകണം. സോ അങ്ങനെ പോകണമെങ്കിൽ അവിടെ കുറച്ച് കയറിടണം. അങ്ങനെ അവർ ആ ജിമ്മിലുള്ള ഡംബിൾസ് ഒക്കെ എടുത്ത് അതിൽ കയറ് കെട്ടി തൊട്ടപ്പുറമുള്ള ബിൽഡിങ്ങിലേക്ക് എറിയുകയാണ്. അങ്ങനെ കുറെ ഡംബിൾസിൽ കയറ് കെട്ടി എറിഞ്ഞു. ഇനി ആ കയറിന്റെ മുകളിലേക്ക് കൂടി അപ്പുറം പോകണം. വെയിറ്റ് കുറവുള്ളത് ജോക്കാണ്, അതുകൊണ്ട് ആദ്യം ജോ പോകും. അതിനുശേഷം ഹീറോ പോകുമ്പോൾ പുള്ളിക്കാരി അപ്പുറത്തുനിന്ന് കയർ കുറച്ചുകൂടി ടൈറ്റിൽ പിടിക്കും. സോ ഇവിടെ അതിസാഹസികമായി തന്നെ നമ്മുടെ ജോ ആ കയറ് വഴി അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ശേഷം ഹീറോയും കയറ് പിടിച്ച് ആ റൂഫ് ടോപ്പിൽ എത്തി. ഇവിടെ നമ്മുടെ ഹീറോയുടെ അച്ഛനും അങ്കിൾമാരൊക്കെ എങ്ങനെയെങ്കിലും ഹീറോ എവിടെയാണ് എന്ന് കണ്ടെത്തണം എന്ന മട്ടിൽ പുറത്തിറങ്ങിയതാണ്. അവര് ഹീറോനെ കുറെ തവണയായി വിളിക്കാനായി ശ്രമിക്കുന്നു, എന്നാൽ കിട്ടുന്നില്ല. കാരണം നേരത്തെ ഹീറോന്റെ ഫോണ് മറ്റൊരു ബിൽഡിംഗിൽ നിന്ന് വീണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് മനസ്സിലായി അവർ നിന്ന് റൂഫ് ടോപ്പിന്റെ മുകളിൽ ഗ്യാസ് കൊണ്ട് മൂടിയെന്ന്. സോ അവർക്കിപ്പോൾ സംശയമാണ്, ഒന്നെങ്കിൽ ഹീറോയും ജോയും ഗ്യാസ് കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ മറ്റൊരു ബിൽഡിംഗിന്റെ റൂഫ് ടോപ്പിൽ എത്തിയിട്ടുണ്ടാവും എന്ന്. അച്ഛന് നല്ല വിശ്വാസമാണ് തന്റെ മകൻ മരണപ്പെട്ടിട്ടില്ല, അവൻ സർവൈവ് ചെയ്യുമെന്ന്. സോ ഇവിടെ അവർ ആ റൂഫ് ടോപ്പിൽ നിന്ന് ഹെലികോപ്റ്ററിനെ വിളിക്കുകയാണ്. എന്നാൽ ആ സമയമാണ് അവർ കുറച്ച് കുട്ടികളുടെ കരച്ചിൽ കേട്ടത്. അപ്പൊ അവിടെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്, അവിടെ ഒരുപാട് കുട്ടികളുമുണ്ട്. അവരൊക്കെ അവിടെ കുടുങ്ങിയിട്ടാണുള്ളത്. അവരൊച്ചത്തിൽ കരഞ്ഞ് ബഹളം വെക്കുകയാണ് അവരെ രക്ഷിക്കാനായിട്ട്. സോ ഈ റൂമിന്റെ അകത്ത് നിൽക്കുന്ന ഈ കുട്ടികളെ ഹെലികോപ്റ്റർ എങ്ങനെയും കാണത്തില്ല.
അവർ അവിടുന്ന് മരണപ്പെടാൻ സാധ്യത കൂടുതലാണ്. സോ ഹീറോയും ജോയും ആ കുട്ടികളെ രക്ഷിക്കാനായി തീരുമാനിച്ചു. അതായത് ഹെലികോപ്റ്റർ അവരെ കണ്ട് അവരെ രക്ഷിക്കാനായി വരുമ്പോൾ അവരവിടെ കുറെ സാധനങ്ങളൊക്കെ വെച്ച് അവരും അവിടെ കിടന്നിട്ട് ഒരു ആരോ മാർക്ക് ആക്കിയിട്ട് ഹെലികോപ്റ്ററിന് അവരുടെ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ആ കുട്ടികളുടെ ഡയറക്ഷൻ. അങ്ങനെ ഹെലികോപ്റ്റർ നമ്മുടെ ഹീറോയിനെയും ജോനിയും രക്ഷിക്കുന്നതിന് പകരം ആ കുട്ടികളെ രക്ഷിക്കാനായി പോയി. അങ്ങനെ ഹെലികോപ്റ്ററിൽ കുട്ടികൾ പോകുന്ന സമയത്ത് അവർ ഇവരോട് നന്ദിയും പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോന്റെ അച്ഛനും ടീമും ഒരു ന്യൂസ് ചാനലിന്റെ ക്യാമറാമാനെ കാണുകയാണ്. അങ്ങനെ ക്യാമറാമാന് പണം കൊടുത്തിട്ട് അച്ഛന് ഡ്രോൺ പറത്താനേ പറയാണ്. അങ്ങനെ അച്ഛന്റെ ആവശ്യപ്രകാരം ക്യാമറാമാന് ഡ്രോൺ പറത്തിയപ്പോൾ ആ ഡ്രോണിൽ അവർ ഹീറോനെയും ജോനിയും കാണുകയാണ്. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ. സോ അവർ ഇപ്പോൾ നിൽക്കുന്ന റൂഫ് ടോപ്പ് സേഫ് അല്ല. അതുകൊണ്ട് അവിടുന്ന് അവർ ഒരു ഏണി വെച്ച് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. സോ ഇവിടെ അവർ രണ്ടുപേരും അതിസാഹസികമായിട്ട് ബിൽഡിങ്ങിൽ നിന്നൊക്കെ ചാടി രക്ഷപ്പെടുന്നതും സർവൈവ് ചെയ്യുന്നതിനൊക്കെ വിഷ്വൽസ് ന്യൂസ് ചാനൽസിൽ വന്നു തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിലെ നമ്മുടെ ഹീറോന്റെ കുടുംബാംഗങ്ങളൊക്കെ ആ വാർത്ത കാണുകയാണ്. എല്ലാവരും ഇവരുടെ രണ്ടുപേരുടെയും സാഹസികം കണ്ട് ഷോക്കായി നിന്ന് വാർത്ത കാണുകയാണ്. മാത്രമല്ല ഇത് വലിയ ചർച്ചാ വിഷയമായി. അതായത് ഇവർ രണ്ടുപേരും ട്രെൻഡിങ് ടോപ്പിക്കായി. റൂഫ് ടോപ്പിലുള്ള എല്ലാവരും ഹെലികോപ്റ്റേഴ്സ് വന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് ഇവർ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിട്ടും അവരെ സാഹസികമായി അതിജീവിക്കുന്നു. പല പ്രമുഖ ലൈവ് സ്ട്രീമേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ, ന്യൂസ് ചാനൽസ് എല്ലാവരും ഇവരെ രണ്ടുപേരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറി. അവരുടെ പിന്നാലെ ഡ്രോണും ഉണ്ട്. അങ്ങനെയാണ് വിഷ്വൽസ് ജനങ്ങൾ കാണുന്നത്. പക്ഷെ ഇവിടെ ആ ഡ്രോണിന്റെ ചാർജ് തീർന്നു പോവുകയും ഡ്രോൺ അവിടെ വീണു പോവുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾക്ക് ഇപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് അറിയാൻ ഒരു വഴിയുമില്ല. എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അവർ രക്ഷപ്പെടുമോ ഇല്ലയോ, അവരിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട്. ഇവരാണെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോഴാണ് അവിടെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒരുപാട് ഡ്രോണുകൾ അവിടെ ഇവരെ നോക്കാനായി എത്തിയത്. അതായത് ആ നാട്ടിലെ ഡ്രോണുകളുള്ള എല്ലാവരും ഇവരുടെ അടുത്തേക്ക് ഡ്രോൺ പറത്തുകയാണ്. ഇവർക്ക് എന്തെങ്കിലും സഹായം വേണമോ എന്ന് ചോദിക്കാനായിട്ട്. അങ്ങനെ ഹീറോക്ക് ഒരു ഐഡിയ തോന്നി. അവർ ഇപ്പോൾ നിൽക്കുന്ന ബിൽഡിംഗ് റൂഫ് ടോപ്പിൽ ഇപ്പോൾ ഗ്യാസ് എത്താനായിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപായിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു വലിയ ക്രെയിനിലേക്ക് അവർക്ക് ചാടണം. സോ ഒരു ഡ്രോണിനോട് ഇങ്ങോട്ടേക്ക് വരാനായി പറഞ്ഞ് എന്താണ് വേണ്ടതെന്ന് ഹീറോ വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. സോ ഹീറോക്കാണെങ്കിൽ ഒരു കയറ് ക്രെയിനിലേക്ക് ഡ്രോണിന്റെ സഹായത്തിൽ ഇടണം. അങ്ങനെ ഡ്രോണിൽ കയറ് കെട്ടി ഡ്രോൺ ആ ക്രെയിനിന്റെ അടുത്തേക്ക് ആ കയറ് ഇടാനായി പോവുകയാണ്. അങ്ങനെ ആ ക്രെയിനുള്ള ബിൽഡിങ്ങിൽ ഡ്രോൺ ആ കയറ് ഇടുകയും അത് ഹീറോ വലിച്ച് ടൈറ്റ് ആക്കുകയും ചെയ്തു. അങ്ങനെ അവര് രണ്ടുപേരും ആ കയറ് പിടിച്ച് സിപ്പ് ലൈനിലേക്കൂടിയൊക്കെ പോകുന്നത് പോലെയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. എന്നാൽ ചെറുതായി പണിപാളി. അവര് നടുക്കെത്തിയപ്പോൾ അവർ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അതായത് കയറിന്റെ നടുക്ക് അവര് കുടുങ്ങിപ്പോയി. മാത്രമല്ല കയറ് കെട്ടി ആ സ്ഥലത്തുനിന്ന് ആ കയറ് ലൂസ് ആവാനായിട്ടും തുടങ്ങി. അത് അഴിഞ്ഞു പോകാനായി. അങ്ങനെ വേറെ വഴിയില്ലാതെ ജോ ബാഗിൽ നിന്ന് കട്ടർ എടുത്ത് കയറ് മുറിക്കുകയാണ്. സോ ഇവരുടെ വിഷ്വൽസ് എടുക്കുന്ന ഡ്രോൺ അങ്ങനെ വീണുപോയി. ഇവരാണെങ്കിൽ കയറ് മുറിച്ചപ്പോൾ താഴേക്ക് പോകുന്നതും കാണാം. ഇവിടുന്ന് വിഷ്വൽസ് കട്ടായി. അങ്ങനെ എല്ലാവരും പൊട്ടിക്കരയുകയാണ് ഇവര് മരണപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ആ ലൊക്കേഷനിൽ അവരെ അന്വേഷിച്ച് ഹെലികോപ്റ്റർ എത്തി. അപ്പോൾ ഹെലികോപ്റ്റർ പൈലറ്റ് കാണുന്നത് അവർ ആ ക്രെയിനിൽ പിടിച്ചു നിൽക്കുന്നതാണ്. അതായത് അവർ മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ കഥയുടെ അവസാനം അവർ ആ പിടിച്ചു നിൽക്കുന്ന ക്രെയിനിന്റെ ടോപ്പിലേക്ക് പിടിച്ചു കയറി അവരെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ തന്റെ സഹോദരനെ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞ് ചികിത്സയിൽ കിടക്കുന്ന സഹോദരിക്ക് ഒരുപാട് സന്തോഷമായി. സഹോദരിക്ക് മാത്രമല്ല ജനങ്ങൾക്ക് മുഴുവനും. ഇവിടുത്തെ അവർ ഹെലികോപ്റ്ററിൽ എത്തിയതായി കാണാം. ഹീറോന്റെ കുടുംബത്തിന് ഹീറോനെ തിരിച്ചു കിട്ടിയതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും സന്തോഷത്തോടെ ഹീറോനെ കെട്ടിപ്പിടിക്കുകയാണ്. ജോ ആണെങ്കിൽ തന്റെ മാതാപിതാക്കളെ ഫോൺ ചെയ്തു. അവർക്കും സന്തോഷമായി. അപ്പോഴാണ് മാനേജർ ജോന്റെ അടുത്തേക്ക് കുറച്ച് കെയർ കൊടുക്കാനായി വന്നത്. ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അവനോട് പല തവണ ജോ പറഞ്ഞതാണ് അവനെ തനിക്ക് ഇഷ്ടമല്ല, അവനോടുമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ല എന്ന്. അങ്ങനെ സൈകിട്ട് ജോ അവന്റെ മോന്ത് നോക്കി ഒന്ന് കൊടുത്തു. അതിനുശേഷം പുള്ളിക്കാരി ഹീറോനെ കാണാനേ ചെന്നു. എന്നിട്ട് 5 വർഷം മുൻപ് ഹീറോ പറഞ്ഞ കാര്യത്തിന് പുള്ളിക്കാരിക്ക് സമ്മതമാണ് എന്ന് പറയാണ്. അതായത് തനിക്ക് ഹീറോനെ ഇഷ്ടമാണ് എന്ന്. ഞാനൊരു കമ്പനിയിലെ മാനേജർ ആണ് എന്നൊക്കെ കള്ളം പറഞ്ഞതാണ്. എനിക്ക് ജോലി ആയിട്ടില്ല എന്ന സത്യവും ഹീറോ ജോനോട് പറയുന്നുണ്ട്. എന്തായാലും അവര് രണ്ടുപേരും അവസാനം ഇഷ്ടത്തിലായി. പിന്നെ ഈ ടോക്സിക് ഗ്യാസ് ആണെങ്കിൽ വെള്ളം കൊണ്ടാൽ നശിക്കുമെന്ന് കണ്ടെത്തി. അങ്ങനെ ക്ലൈമാക്സിൽ അവിടെ മഴ പെയ്യുകയാണ്. പ്രദേശത്ത് പടർന്ന ആ ടോക്സിക് ഗ്യാസ് നശിക്കുകയും ചെയ്തു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.